ഞാൻ തുടക്കത്തിൽ ഫവാസ് സൂചിപ്പിച്ചതുപോലെ പിന്നെ അപ്രോച്ച് ചെയ്യുന്നത് എൻ്റെ വീട് ഒന്ന് റിനോവേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ ബജറ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത്, അത് പുതിയൊരു വീട് ഉണ്ടാക്കാൻ ഉള്ള ബജറ്റിലേക്ക് പോകണോ, അതല്ല മിനിമൽ ബജറ്റിൽ ഉള്ള നിലവിലുള്ള വീട്ടിൽ സൗകര്യം കൂട്ടിയിട്ട് പിന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്താൽ മതിയോ എന്നുള്ളതായിരുന്നു ഡിസ്കഷനിൽ വന്നത്. അപ്പോൾ ഫവാസിനെ ഒരു ടീമിനെ അപ്രോച്ച് ചെയ്യുന്ന മുമ്പ് തന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് ആളുകളുമായി സംസാരിക്കുകയും ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റായിരുന്നു പിന്നെ ഫവാസും അവൻ്റെ ടീമും ഈ പ്രൊജക്റ്റിലേക്ക് എൻ്റർ ആവുകയും അവർ ഇനീഷ്യൽ ഡിസ്കഷൻ ശേഷം ഫസ്റ്റ് സബ്മിറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ ഞാൻ എൻ്റെ ആ സ്വപ്നത്തിലേക്കുള്ള തുടക്കമാണ് എന്നുള്ള രീതിയിലുള്ള ഡ്രാഫ്റ്റാണ് തുടക്കം തന്നെ എനിക്ക് കിട്ടിയത്. പിന്നീട് പിന്നെ ഡിസ്കഷൻസിൽ ഡെവലപ്പായി. ഇപ്പോൾ അൽഹംദുലില്ലാ എങ്ങനെയാണോ പിന്നെ നമ്മൾ ഒരു പഴയ വീട് റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊന്നും ആ പഴയ വീടിൻ്റെ ആ ഒരു പിക്ചർ പോലും ഇല്ലാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ പ്രൊജക്റ്റ് അവസാനിപ്പിച്ച് തന്നത്. അതും കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പ്രൊജക്റ്റ് മുമ്പോട്ട് പോയത്. അൽഹംദുലില്ലാ വളരെ ഭംഗിയായിട്ട് ഒട്ടും ബജറ്റിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തു എന്നല്ലാതെ അവർ പറഞ്ഞ ബജറ്റിൽ തന്നെ ആ പ്രൊജക്റ്റ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.